പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇങ്ങനെ മാനിഫെസ്റ്റേഷനെ അപ്രോച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഈ ഒരു മെത്തേഡിൽ കൂടി നിങ്ങൾ മാനിഫെസ്റ്റേഷനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കാണുന്ന ആളുകൾക്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലായിരിക്കും നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാം. അതുമാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്ത് കാര്യം ചെയ്താലാണ് നമുക്ക് സ്പീഡായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ലോകത്ത് മനുഷ്യനായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സാണ്. ഇതൊരു ഊർജത്തിൻ്റെ ലോകമാണ്. ഇതൊരിക്കലും കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമല്ല. അത് നമ്മുടെ പല ക്ലാസ്സുകളിലായി നമ്മൾ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊരു ഊർജ്ജത്തിൻ്റെ ലോകമാണ്. ഇവിടെ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഐ എം ഹാപ്പി, സന്തോഷവാനാണ്, പൂർണ്ണ ആരോഗ്യവാൻ, അങ്ങനെ പ്രസന്റ് ടെൻസിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തരാം. എങ്ങനെ നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടെന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ ക്ലാരിറ്റി കൊടുക്കുക. നമ്മൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എത്രത്തോളം നമുക്ക് ആഗ്രഹത്തെ ക്ലിയർ ആയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോ മനുഷ്യന്മാരും ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്കൊരു ഒരു സ്മാർട്ട് ഫോൺ വേണം. എല്ലാ മനുഷ്യർക്കും ഇപ്പം സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഒരു ക്ലാസ് ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണമെന്നൊരു ക്ലാരിറ്റി ഞാൻ കൊടുത്താൽ മതിയോ? അങ്ങനെയല്ല. എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണം. ഞാൻ ഏത് സ്മാർട്ട് ഫോണാണ് എനിക്ക് വേണ്ടത്, ഏത് കമ്പനിയുടെ സ്മാർട്ട് ഫോണാണ് എനിക്ക് വേണ്ടത്, ഏത് ഡിസൈനാണ് എനിക്ക് വേണ്ടത്, ഏത് ക്യാമറ ഉള്ള സ്മാർട്ട് ഫോണാണ് വേണ്ടത്. ചില പയ്യന്മാർ കണ്ടിട്ടില്ലേ, എല്ലാം അറുത്ത് മുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കും ആ സ്മാർട്ട് ഫോൺ അവർ ചൂസ് ചെയ്യാം. ശരിയല്ലേ? അങ്ങനെ ആയിരിക്കും അവർ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ക്ലാരിറ്റി, നമ്മൾക്കൊരു കാര്യം നേടി, നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് പക്ക ക്ലാരിറ്റി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മനസ്സിലായി? ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് പോസിബിളാണ്. പക്ഷെ അത്തരത്തിൽ നിങ്ങൾക്ക് പോസിബിൾ ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി പക്ക കൊടുത്തിരിക്കണം. നിങ്ങൾ എന്താണോ വേണ്ടത്. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ആ സ്മാർട്ട് ഫോണിന് ഏത് ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കണം, അല്ലെങ്കിൽ ആ സ്മാർട്ട് ഫോണിന്റെ സൈഡ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. ഇപ്പൊ ചില ആളുകൾ പറയും എനിക്ക് സമ്പന്നനാകണം. മിക്ക ആളുകളും പറയുന്ന കാര്യമാണ് എനിക്ക് സമ്പന്നനായാൽ മതി എന്ന് പറയും. ഞാൻ പണക്കാരനാണ്. ഇപ്പൊ ചില ആളുകൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ വരും. ഇപ്പൊ ഇവർ വന്നിട്ട് പറയും ഞാൻ പണക്കാരനാണ്, അഫർമേഷൻ പറയുന്നതാണ്, ഞാൻ പണക്കാരനാണ്. നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര രൂപ കറക്റ്റ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കറക്റ്റ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? മ്യൂട്ട് ചെയ്യണേ, പുതിയ ആളുകൾ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപ വേണമെന്ന് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിക്കണം. ക്ലാരിറ്റി ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു വീട് വെക്കണം. ആ വീട് വെക്കണമെങ്കിൽ ആ വീട് എങ്ങനെ ഇരിക്കണം, വീടിന്റെ മുകൾ ഭാഗം എങ്ങനെ ഇരിക്കണം, വീടിന്റെ കാർ ഷെഡ് എങ്ങനെ ഇരിക്കണം, വീടിന്റെ എയർ ഹോൾ എങ്ങനെ ഇരിക്കണം, വീടിന്റെ ഇന്റീരിയർ എങ്ങനെ ഇരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി കൊടുക്കണം. നമുക്ക് എന്താണോ വേണ്ടതെന്ന് പക്ക ക്ലാരിറ്റി നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചാൽ മാത്രമേ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തും അതിന്റെ ഏറ്റവും അപ്പൊ ഈ വിഷ്വലൈസേഷൻ ചെയ്യാനൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതെ, അപ്പൊ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് ഈ വീഡിയോ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യണം. അതേ കണക്ക് തന്നെയാണ് നമ്മൾ കറക്റ്റ് ക്ലാരിറ്റിയും ഇമോഷനും ഒക്കെ കൊടുക്കണം. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവർക്ക് കുറെ പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും ഇപ്പൊ കുറച്ച് മുന്നേ ഒരു ലോ ഓഫ് അട്രാക്ഷന് ഒരാൾ വന്നു. അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ച ഒരേ ഒരു ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങൾ ഓരോ മനുഷ്യന്മാരുടെ ചോദിക്കാനുള്ളൂ. നമ്മളെല്ലാ ആളുകളല്ലേ ഇപ്പം നിങ്ങളിപ്പം ഈ ക്ലാസ് ഇപ്പം ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അല്ലേ. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അദ്ദേഹത്തിന്റെ ടൈം. ആ ടൈമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ എന്തോ കാര്യങ്ങൾ പറയുന്നു വെച്ചിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ശരിയാണ്, ഞാനൊരു സാധനം പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ അത് കണ്ടിട്ടാണ് വന്നത്. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഓക്കെ, യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് കാണാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാരണം എല്ലാത്തിലും റിസൾട്ട് കിട്ടും. പിന്നെ കുറച്ചുകൂടെ ഡീപ്പസ്റ്റ് ക്ലാരിറ്റി എന്താണ് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുകയോ ഇവിടെ നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് പഠിക്കുകയോ, ആർ യു കൺസിസ്റ്റന്റ് ഇനഫ്? ഇന്ന് രാവിലെ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ചെയ്തു, ഇങ്ങനെ വരികയായിരുന്നു. തലേ ദിവസം കുറച്ച് നല്ല രീതിക്ക് ഉഷാറായിട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഉറക്കം എണീക്കുന്നുണ്ട്. ഉറക്കം എണീച്ച സമയത്ത് ആഹ്, എനിക്ക് ഇവിടെ നിന്നൊക്കെ മെസ്സേജസ് ഒക്കെ വന്നോളൂ. രണ്ട് മെസ്സേജ് കിടക്കുന്നു. ഒരാൾ എപ്പോഴോ കോൾ വിളിച്ചു, അയാൾ പറയുന്നത് 2 ദിവസമായിട്ട് കോൾ വിളിക്കുന്ന, ഞാൻ കണ്ടില്ല. പുള്ളി വന്നു. അതിലൊരാൾ ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ പേയ്മെന്റ് ആവും, ബാക്കി രണ്ടുപേരും ഇപ്പൊ പേയ്മെന്റ് ആവാറ്. ഒരാൾ വൈകിട്ട് വിളിക്കും. അയാൾ വന്നു, അയാൾ പേയ്മെന്റ് ചെയ്യാ, എപ്പോ വേണം പേയ്മെന്റ് ചെയ്യാന്നാ പറയുന്നത്. പേയ്മെന്റ് ചെയ്തിട്ട് അങ്ങ് പോയി. അപ്പോ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇതൊരു വേറൊരു ആവശ്യത്തിന്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന മറ്റൊരു പരിപാടിയുടെ ആവശ്യത്തിനാണ് ആളുകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഉദ്ദേശ ക്ലാരിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മൈൻഡ് റെഡിയാക്കിയിട്ടേ ബാക്കി എന്ത് റെഡിയാക്കിയിട്ടും കാര്യവും. നിങ്ങൾക്ക് എന്ത് റെഡിയാക്കാം. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ വർക്കുകൾ ചെയ്യാം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നിർവഹിക്കാം. ഉത്തരവാദിത്തങ്ങളൊക്കെ, കാരണം എല്ലാ മനുഷ്യന്മാർക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ മൈൻഡിനെ കൺട്രോൾ ചെയ്തിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഒരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ്, ഒരു ഊർജ തലത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ചിന്തകൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ജീവിതം നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളാകുന്ന നിങ്ങളുടെ ലോകത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ അവന്റെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവന്റെ ചിന്തകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് മാത്രം അവന്റെ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുന്ന, അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ശരീരവും മനസ്സുമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. അതിപ്പം നിങ്ങളിപ്പോ പറയും ഞാൻ അങ്ങനെയല്ല, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ മറ്റെന്തൊക്കെ മീൻസ് എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല, ഇതും ഒരു ജ്യോതിഷം പോലെയാണ് എന്നൊക്കെ തള്ളി പറഞ്ഞു കളഞ്ഞാലും സത്യം, നിങ്ങൾക്ക് നിങ്ങളുടേതായ വിവേക ബുദ്ധിയുണ്ട്, നിങ്ങളുടേതായ ജീവിതങ്ങളുണ്ട്, നിങ്ങളുടേതായ ജീവിത സാഹചര്യങ്ങളുണ്ട്, നിങ്ങളുടേതായ രീതിയിൽ രൂപഘടനകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനുഷ്യനാണ്. നിങ്ങളൊരു വൈബ്രേഷൻ ബീയിങ് ആണ്. നിങ്ങളൊരു മാറ്റർ ആയിട്ട് രൂപപ്പെട്ട മനുഷ്യനാണെങ്കിലും നിങ്ങൾ ഒരു ഊർജ ജീവിയാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ പല ശരീരഘടനകളും പല രൂപങ്ങളുമായിരിക്കാം, പക്ഷേ നിങ്ങളൊരു മനുഷ്യജീവിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും, നിങ്ങളൊരു മനുഷ്യജീവിയാണ്. നിങ്ങളൊരു ഊർജ ജീവിയാണ്, ഒരു വൈബ്രേഷൻ ബീയിങ് ആണ്. ആ വൈബ്രേഷണൽ ബീയിങ് ആണ് നിങ്ങളെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ പറ്റും.
അതിനാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ചിന്ത ആദ്യം ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റി ചെയ്തോളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് പഠിച്ച് ചെയ്തില്ലെങ്കിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകും. നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പല അബദ്ധത്തിലും ചിന്തിച്ചാടും. മനസ്സിലാവുന്നുണ്ടോ? കാരണം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലോകം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ആക്സിഡന്റുകൾ, പല ഇഷ്യൂസ്, പല ഹെൽത്ത് പ്രോബ്ലംസ്, പല സ്ട്രഗിൾസ്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ എന്തിലെങ്കിലുമൊക്കെ നിങ്ങൾ ചാടും. ഈ മോഹൻലാല്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പുള്ളി മീൻസ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുന്നേ രമേഷ് പിഷാരി ആരോ പറഞ്ഞാണ്, ഒരാൾക്ക് തലവേദന വന്നു, അപ്പൊ പുള്ളി പറയാ, മോനെ ഇവിടെ ഉള്ള ആളുകൾക്ക് നിനക്ക് മാത്രമല്ലേ തലവേദന വന്നു, ബാക്കി ആർക്കും തലവേദന വന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കും തലവേദന വന്നില്ല, മോനെ നിനക്ക് മാത്രമല്ലേ തലവേദന വന്നുള്ളൂ, നീ ഭാഗ്യവാനല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു മനുഷ്യന്റെ ഒരു ദിവസം കൊണ്ടുണ്ടായ ബിഹേവിയർ ആണോ? ഹീസ് പ്രാക്ടീസിങ് ലൈക്ക് ദാറ്റ്. മേ ബി അയാൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാക്ക് അതിൽ ഉന്നയിക്കുന്നില്ലായിരിക്കും. അയാൾ അമൃതാനന്ദ അതൊരു സ്പിരിച്വാലിറ്റി അല്ല. മേ ബി അയാൾ ഒരുപാട് വായിക്കുന്ന ആളാണ് മോഹൻലാൽ. ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പല സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിരാട് കോഹ്ലി, ഹർദിക് പാണ്ഡ്യ, എത്ര പ്രായത്തിലാണല്ലോ ഇപ്പോഴും വളരെ ഫിറ്റ്നസ്, 46 റണ്ണൊക്കെയാണ് അടിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന്റെ അതേ പ്രായമുള്ള രോഹിത് ശർമ്മയ്ക്കും പല ആളുകൾക്കും ഇപ്പം നടുവേദനയും കാര്യങ്ങളും ഉള്ളപ്പോൾ വിരാട് കോഹ്ലി പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് കളിക്കുന്നത്. റൊണാൾഡോ 40ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ മറ്റേ UEFA നാഷണൽസ് ലീഗ് കപ്പ് മുത്തമിട്ടത്. 20 വയസ്സുകാരന്റെ രീതിയിൽ കളിക്കുന്നതാണ് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ പറ്റി വിശേഷിക്കുന്നത്. റൊണാൾഡോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ട്, എന്റെ കഴിവ് എന്റെ മൈൻഡിന്റെ പവറാണ്. അത് റൊണാൾഡോയ്ക്ക് മാത്രമുള്ള കഴിവല്ല. നമ്മൾ പല ആളുകളും ഏത് മേഖലയിലോട്ട് തിരിക്കുമ്പോഴും എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്ലയന്റ് പറഞ്ഞു, 1 കോടി രൂപ അവർക്ക് കടമുണ്ട്. 1 കോടി രൂപ. ഈ ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക് അല്ല. അവർക്ക് 1 കോടി രൂപ കടമുണ്ടായിട്ട് അവർക്ക് എന്താണ്, അവർക്ക് വീഡിയോ ഫേസ് എന്ന് കാണിച്ച്, അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ്, ടെക്സ്റ്റൈലാണ്, ഡ്രസ് മെറ്റീരിയൽസ് എടുത്ത് വീഡിയോ ചെയ്യാൻ വയ്യ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടെ ഒന്ന് മാറി പറഞ്ഞാൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, അതും ഏകദേശം അത് തന്നെയാണ്. നമ്മളവിടെ സർവൈവൽ ചെയ്യാൻ, അതും ലോ ഓഫ് അട്രാക്ഷൻ്റെ കൂട്ടിക്കലത്തിൽ പറയാം, സർവൈവൽ ചെയ്യാൻ പ്രാപ്തനല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന്, നിങ്ങളൊരു ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി, നിങ്ങൾ അഭയാർത്ഥിയായിട്ട് നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോലെ. മറ്റേ എലിയെ തിന്നുന്ന ആളുകളാണ്. അപ്പൊ എലിയെ തിന്നായിരുന്നു നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ അതേ കണക്ക് ഈ ലോകം മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നത് അവന്റെ ചിന്തകളാലാണെന്നുള്ള ഒരു പ്രപഞ്ചം നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിൽ അത് സത്യമാണ്. മനസ്സിലായോ? നിങ്ങൾ തിരിച്ചറിയോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ. പക്ഷെ ആ തിരിച്ചറിവ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയാലോ, എന്തായാലും നോർമൽ രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെസ്സും നിറഞ്ഞ ഇമോഷനോടുകൂടി നിങ്ങൾ ദിവസവും നിങ്ങളുടെ ഈ ലോകത്തിലെ ഏറ്റവും കിടിലം സാധനം, ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ്. ഏറ്റവും കിടില സാധനം. നിങ്ങളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വർഗതുല്യമായ ജീവിതമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ വന്ന സെയിൽസ് എവിടെന്നോ വന്ന് ആളുകൾ വന്ന് പേയ്മെന്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഓരോ മനുഷ്യന്മാർക്കും പറ്റും. നമ്മൾ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസമാധാനമുള്ള ആളാണോ? വളരെ കാമായിട്ട് ജീവിക്കുന്ന ആളാണ്, വളരെ ഹാപ്പി, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണ്ട, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രസക്തി മനസ്സിലാവും. നമ്മളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. മനുഷ്യന് പ്രത്യേകിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ തെറ്റുകൾ മറ്റുള്ള ആളുകളിൽ ചാർത്തി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സ്വന്തമായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കുറച്ച് ആളുകളെടുത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുക. അവർ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യും, ചില ആളുകൾ പെയ്ഡ് ക്ലാസ്സിൽ വരുന്ന ആളുകൾ 2ാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യില്ല.
ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ 21 ദിവസം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യും. പിന്നെ പ്രാക്ടീസ് ചെയ്യില്ല. റിസൾട്ട് കിട്ടുമോ? സൂര്യൻ ഭൂമിക്ക് ചുറ്റും, ഭൂമി സൂര്യന് ചുറ്റും സ്ഥിരമായിട്ട് കറങ്ങിയില്ലെങ്കിൽ ഭൂമി ഇല്ല. മനസ്സിലായോ? അപ്പൊ അതേ കണക്ക് നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരതയോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് മനസമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരതയോടുകൂടി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും. ലൈഫിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോ ഭയങ്കരമായ പ്രതിസന്ധിയോട്, കാരണം ഈ പ്രതിസന്ധികൾക്ക് കാരണം തന്നെ നിങ്ങൾ ഓരോ മനുഷ്യന്മാരും ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സുകളാണ്. ആ പ്രോസസ്സുകൾ കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മളത് മാറ്റാതെ നമ്മൾ മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് റൂട്ടഡ് പ്രോഗ്രാമിങ്ങിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർ, അതായത് എന്തോ സാഹചര്യം, നമ്മളൊരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതം ചിന്തിച്ചാൽ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ കാരണമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം, ഇപ്പൊ ഒരു എർത്ത് വരിക, ഒരു പ്രളയം വരിക, കുടുംബത്തിലെ ആളുകൾ നഷ്ടപ്പെടുക, ഇപ്പം വയനാട്ടിലുണ്ടായ പോലെ, പഹൽഗാമിലുണ്ടായ പോലെ, അത് അപ്രതീക്ഷിതമായി അവരുടെ ലൈഫിൽ വന്ന ഒരു സർക്കംസ്റ്റൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ലൈഫിന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പിന്നീട് ഒരു അസുഖം പെട്ടെന്ന് വന്നാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്രയും സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ, നമ്മുടെ നെഗറ്റീവിലേക്ക് ഇറങ്ങിപ്പോവാൻ, നമ്മൾ നെഗറ്റീവിലേക്ക് ആഴ്ന്നു പോകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ശരിയല്ലേ? ഒന്ന് ചാനലിലേക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യോ? ശരിയല്ലേ? കാരണം നമ്മുടെ ലൈഫിൽ സാമ്പത്തികം, ഇപ്പം ഹെൽത്ത് പ്രോബ്ലംസ് മാത്രം എടുക്കണ്ട, സാമ്പത്തികമായ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഒരു 99% ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ മിക്ക ആളുകൾക്ക് വരുന്ന പ്രശ്നമാണല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പക്ഷെ നിങ്ങൾ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് കൃത്യമായി പഠിച്ചില്ല എങ്കിൽ, അപ്പൊ ഈ പ്രോസസ്സ് പഠിക്കുന്നതിന്റെ ഗുണം ഇന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്ത് നിങ്ങൾക്ക് കിട്ടും. ഒരു നോർമൽ മനുഷ്യന്, മനസ്സിലായി? അതായത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, കുഴപ്പമില്ലാതെ ആഹാരം കഴിച്ച് കിടക്കാൻ പറ്റും, ഡെയിലി ആഹാരം കഴിച്ച് ഭയങ്കരമായ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, അയാൾക്ക് സുഖകരമായിട്ട് അയാളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കടന്നു പോകുന്ന ഒരു വേറൊരു കാറ്റഗറി ഓഫ് മനുഷ്യനാണ് അയാൾക്ക്. അപ്പം ഫസ്റ്റ് കാറ്റഗറി മനുഷ്യന് അയാൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ട് അയാൾക്ക് പറ്റും. മനസ്സിലായോ? സെക്കൻഡ് കാറ്റഗറി ഓഫ് മനുഷ്യൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ലൈഫില് എത്ര പഠിച്ചാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ അയാളുടെ സാഹചര്യം, കടങ്ങളുള്ള ആളുകൾക്ക് പാടാണ്. കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം അയാളുടെ ഒരു മനുഷ്യന്റെ റിയൽ ലൈഫ് ലോജിക്കൽ ബ്രെയിൻ ആണ്. അപ്പൊ ആ ലോജിക്കൽ ബ്രെയിൻ വെച്ച് നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ ഈ മനുഷ്യന് ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ പാടാണ്. പക്ഷേ ഈ പറയുന്ന മനുഷ്യനും സ്ഥിരതയോടുകൂടി പ്രാക്ടീസ് ചെയ്ത അയാൾക്ക് ആ കെട്ടുകളിൽ നിന്ന് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരന്തരമായി ആവർത്തിച്ച് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് അയാൾ പോസിറ്റീവിലേക്ക് കടന്നു കഴിഞ്ഞു. അയാൾ അയാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നാൽ, വളരെ കഷ്ടപ്പെട്ട് വലിച്ചു പിടിച്ച് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ, അതിനൊരു ലോങ്ങർ ടൈം ഫ്രെയിമിലേക്കുള്ള സ്ഥിരതയോടുകൂടി പ്രാക്ടീസ് അയാൾ രൂപപ്പെടുത്തിയാൽ ഒരു വളരെ ലോങ്ങർ ടൈം, കാരണം സാധാരണ ഒരു 6 മാസം കൊണ്ട് നോർമൽ ലൈഫിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ലൈഫ് പ്രോബ്ലംസ് ഉള്ള ആളിന് അത്ര പെട്ടെന്നൊന്നും പോസിറ്റീവ് എന്നുള്ള ആ ഒരു വിഷ സൈക്കിളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ എൻട്രി മറ്റേ അവൻ വളരെ സ്മൂത്ത് ആയിട്ട് വരുമ്പോൾ അപ്പുറത്തുള്ള മനുഷ്യൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വരും. പക്ഷെ എങ്കിലും അവനും ഇവനും രണ്ട് ട്രാക്കിൽ കൂടെ വളരെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരാൾ, നോർമൽ ലൈഫിൽ പോകുന്ന ഒരാളും ഈ പറയുന്ന ഡിഫിക്കൽറ്റിയിലൂടെ, ഏത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഇതിൽ ഏതിലാണെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇവനെ തന്നെ പിടിച്ച് വലിച്ച് കൺട്രോൾ ചെയ്ത് മൈൻഡിനെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ വിജയിക്കും. ഇവൻ പെട്ടെന്ന് വിജയിക്കും, മറ്റവൻ കുറച്ച് താമസിച്ച് വിജയിക്കും. പക്ഷെ
ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ താമസിച്ച് വിജയിക്കുന്നവൻ ലൈഫിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയെ ഓവർകം ചെയ്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചങ്ങായി, ഈ പ്രോബ്ലം ഉള്ള ചങ്ങായി ഒരു മാസീവ് സക്സസ് ആയിട്ടുണ്ട്. മറ്റവനും മാസീവ് സക്സസ് ആയി മാറും. മറ്റവൻ ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് നിർത്തിപ്പോകാനോ മടിക്കാനോ ഒക്കെ ശ്രമിക്കും. പക്ഷെ ഇവൻ, കാരണം അതുകൊണ്ടാണ് പലപ്പോഴും ലോകത്തുള്ള 85% പണക്കാരും വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ്, 85% ഓഫ് ഇല്ല. കാരണം ഇവൻ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടതുകൊണ്ട് തന്നെ ഇവനൊരു ത്വരയാണ്. ഇവനൊരു സമൂഹത്തെ കാണിക്കണം, അവന്റെ ജീവിതത്തിൽ കാണിക്കണം, അവന്റെ ദൈവത്തോ അല്ലെങ്കിൽ അവനെ ഇങ്ങനെ ആക്കി ആരോടെങ്കിലും ഒരു പ്രതികാരം ചെയ്യണം, അങ്ങനെ ലൈഫിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള അതിയായ എനർജി ഉള്ള ഇവൻ ഒരു മൊമെന്റ് കഴിയുമ്പോൾ ആ പ്രോബ്ലംസിനെ ഇവൻ ടാക്കിൾ ചെയ്താൽ അവരൊരു മാസീവ് സക്സസ് ആയിട്ട്, എല്ലാ ആളുകളും മാസീവ് സക്സസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കുക, അറ്റ് ദ മോസ്റ്റ് ക്ലാരിറ്റി കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആയിട്ടുണ്ടാവും. അത് ടൈമിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, കിട്ടുന്നത് വരെ ചെയ്യുക. എപ്പോഴാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വരുന്നത്, എന്താണോ വേണ്ടത്, ഒരു പേന വേണമെങ്കിൽ ആ പേനയുടെ തുമ്പിൽ എക്സ്ട്രാ ആയിട്ട് തള്ളി നിൽക്കുന്ന, ആ വേസ്റ്റ് ആയിട്ട് തള്ളി നിൽക്കുന്ന ആ പ്ലാസ്റ്റിക് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ആ ക്യാപ്പിന്റെ ടിപ്പില് ഉണ്ടാകുന്ന എന്തും നമുക്കത് കാണാനായിട്ട് സാധിക്കണം. ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നെങ്കിൽ ആ ലാപ്ടോപ്പിന്റെ വർക്ക് എങ്ങനെയുണ്ട്, ആ ലാപ്ടോപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ഹെൽത്ത് ആണെങ്കിൽ നമ്മുടെ ശരീരം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. വെൽത്ത് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം വെൽത്തി ആയിട്ടൊരു മനുഷ്യനാണെന്ന് നമുക്ക്, ആ വെൽത്ത് എത്രത്തോളം ഉണ്ട്, എത്ര രൂപ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ആ സംഖ്യയിൽ പല ആളുകൾക്കും ആ സംഖ്യ എത്രയെന്നോ ആ സംഖ്യയിൽ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് പോലും അറിയില്ല. ഒന്നിനെ പറ്റി വൃത്തിയായി അറിയാത്ത ഒരുത്തൻ എങ്ങനെ അത് തരും? ശരിയല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക ആരെങ്കിലും ഒരാൾ. സുനീർ മുക്കം എന്ന് പറഞ്ഞ ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കോ? ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി അലച്ചില്ല, ഒരു ഉപകാരം ചെയ്യോ? ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും. നല്ല ക്ലാരിറ്റി വേണം, നല്ല പിക്ചറിന് നല്ലൊരു ക്ലാരിറ്റി അല്ലേ, നമ്മളെ വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ 100%. അപ്പൊ നിങ്ങള് നമ്മുടെ പെയ്ഡ് ക്ലാസ് മെമ്പർ ആണോ? അതെ അതെ. ശരി, മൈക്ക് ഒന്ന് ഓഫ് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റന്റ്. നമ്മൾ റിസൾട്ട് കുറയും, നമ്മൾ റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്യുക. റിസൾട്ട് കിട്ടുന്നവരെ ചെയ്യുന്ന ദിസ് അല്ല. ഒന്ന് ഏതെങ്കിലും പറയാം, അഫർമേഷൻ പറയാം. അഫർമേഷൻ റിസൾട്ട് കിട്ടുന്നവരെ പറയണം. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും റിസൾട്ട് കിട്ടുന്നവരെ ചെയ്യുക. പിന്നെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് നോർമൽ കൺട്രോളിങ്, ഇപ്പൊ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹീലിങ്സും ഒക്കെ. അതൊക്കെ നിങ്ങൾ ലൈഫ് ടൈം ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ, ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ ഞാനും ഒരു നോർമൽ മനുഷ്യനാണ്, എല്ലാ മനുഷ്യരും നോർമൽ. അപ്പൊ എത്രത്തോളം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ വരുന്ന പല പല സിറ്റുവേഷൻസ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരാളെ ഒന്ന് പോസിറ്റീവ് ആക്കി എടുക്കാന്നോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷനിലേക്കൊക്കെ കടന്നു പോകുക എന്ന് പറഞ്ഞാലും അത് പറ്റുന്ന കാര്യമല്ല. മനസ്സിലായോ? അത് പെട്ടെന്ന് പറ്റും. പക്ഷെ നമ്മൾ ആ തുടരുന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് വലിയ കാര്യത്തിൽ ഇന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഡിസിഷൻ എടുത്ത് നമ്മൾ തീരുമാനിച്ച് ലൈഫിലേക്ക് ഇറങ്ങും. പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യമോ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ അന്ന് നെഗറ്റീവായിട്ട് മാറിയേക്കാം. അത് ലൈഫിലൊരു സിറ്റുവേഷനാണ്. പക്ഷെ ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു, അത് പോയി കഴിഞ്ഞു. ആ സിറ്റുവേഷൻ്റെ ഒരു പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷെ ആ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖകരമായ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ദുഃഖകരമായ സിറ്റുവേഷനെ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാതെ, കാരണം അത് കടന്നുപോയി, അത് സംഭവിച്ചു പോയതാണ്. അതിനെ ഒരിക്കലും മേ ബി അതിന് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ അതിന് ഡോക്ടർ മാക്സിമം നിങ്ങളുടെ ആ ആശുപത്രി കാണിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോവുക. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ഒരിക്കലും, പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ വരുന്ന ആളുകൾക്ക് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എനിക്കൊക്കെ മുമ്പ് വന്നിട്ടുള്ളതാണ്. വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും വയ്യ എന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഈ വയ്യ വയ്യ എന്നുള്ള ഈ നിങ്ങളുടെ റിപ്പറ്റീഷൻ, എൻ്റെ അച്ഛന് ഒരു ഒരു അസുഖം വന്നു. അദ്ദേഹത്തിന് പിന്നീട് വീണ്ടും വീണ്ടും അസുഖം വന്നു. കാരണം എപ്പോൾ വാ തുറന്നാലും വയ്യ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു പനി വന്നാലും വയ്യ വയ്യ എന്നാ പറയുക. അപ്പോൾ അങ്ങനെ പറയാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പോസിറ്റീവായിട്ട് മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായേ? അപ്പോൾ ചില ആളുകളുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സ് പഠിച്ചിട്ട് ഇവര് എന്താണ് ഇത് ചെയ്യില്ല. എന്താ പറയുക, അയ്യോ ഒരു പെട്ടെന്ന് നെഗറ്റീവ്, അയ്യോ ഞാൻ നെഗറ്റീവ് ചിന്തിച്ചു, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ആ കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കാതെ നമ്മുടെ ചേഞ്ച് ഈ നിമിഷത്തിൽ നമുക്ക് വേണ്ടി അല്ലെ, നമുക്ക് അസുഖങ്ങൾ വന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ വെൽത്ത് പ്രോബ്ലംസ് വന്ന ആളുകളുണ്ടാവാം, ബന്ധങ്ങളിലുള്ള പിള്ളേർ, മേ ബി ഒറ്റയ്ക്ക് പോലും താമസിക്കുന്ന മനുഷ്യന്മാരുണ്ടാവാം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. മേ ബി നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മനുഷ്യനുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ, അയാൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. അല്ലെങ്കിൽ നമുക്കൊരു വെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ക്ലാസ്സസ് പഠിക്കുകയും ഏതെങ്കിലും പല രീതിയിൽ വെൽത്ത് മേക്കിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ പറ്റി പഠിക്കുകയും അല്ലെങ്കിൽ പുതിയൊരു സ്കില്ലുകൾ പഠിക്കുകയും നമ്മുടെ സാമ്പത്തിക ശേഷി കൂട്ടിയെടുക്കുക എന്നാണ്. നമുക്കപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ അതിനെപ്പറ്റി ഇപ്പം നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്നത് വലിയ തെറ്റാണ്. കാരണം തെറ്റെന്ന് മാത്രമല്ല, അത് നിങ്ങളെ ഒരു ഒരു ബോംബ് നിങ്ങൾ സ്വയം ഇടുന്നതിന് തുല്യമാണ്. കാരണം ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സാണ്. ഓക്കെ. ഹെൽത്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഹെൽത്ത് നമ്മുടെ ലൈഫിൽ അപ്രസക്ത. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ചേട്ടൻ ഗൾഫിലായിരുന്നു. അദ്ദേഹം പെട്ടെന്നൊരു ഗൾഫിൽ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് അവിടെ നിന്ന് വീണ് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലി. വളരെ നല്ലൊരു മനുഷ്യനാണ്, സംസാരിക്കാനും ഇടപെടാനും ഒക്കെ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അയാൾ പെട്ടെന്നൊരു വീൽ ചെയർ സ്റ്റക്കായി പോയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ. നമ്മുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിൽ വന്നൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ചോദിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ വലയിൽ പുതുതായി പിടിച്ച മീൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ ആ നിങ്ങൾ പലപ്പോഴും നമ്മളുടെ വലയിൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് പഴയ മീനുകൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റി ചിന്തിച്ച് ആവർത്തിച്ചിരുന്നാൽ എല്ലാ ദിവസവും ഒരേ കണക്ക് തന്നെ പോകും, ഒരേ ട്രാക്കിൽ തന്നെ അങ്ങ് പോകും, മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഈ ലോകം തന്നെ മാറ്റങ്ങൾക്ക് അനിവാര്യപ്പെടേണ്ടതാണ്. ശരിയല്ലേ? ഈ ലോകം തന്നെ മാറ്റങ്ങൾ, ഈ പ്രകൃതി തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതാണ് അല്ലെ. ഈ ഭൂമി പോലും മലകൾ, പുതിയ പുതിയ മലകൾ പോലും പുതിയ പുതിയ കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഒരുപക്ഷെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫ്. നമ്മുടെ ഈ ഇപ്പൊ പല മനുഷ്യന്മാരുണ്ടാവും അല്ലെ, പല ലൈഫ് പ്രോബ്ലംസ് സിറ്റുവേഷൻ. നമുക്ക് ആകെ ഒരുപാട് കൊല്ലമൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുക ഒരു ഉദ്ദേശത്തോട് പറ്റില്ലല്ലോ. നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എങ്ങനെയാണോ അതിനെ ഉൾക്കൊണ്ട് അതിന് പ്രതിസന്ധികളിൽ നിന്ന് രൂപപ്പെടുത്താനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ പറ്റുമോ എന്ന് നമ്മൾ ട്രൈ ചെയ്യുക. അത്തരത്തിൽ ട്രൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു സൈഡിൽ കൂടെ നടന്നോട്ടെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് അബണ്ടൻസ് ആയിരിക്കണം, നമുക്ക് ഹെൽത്ത് ആയിരിക്കണം, നമുക്ക് ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് നമുക്ക് വയ്ക്കാം. ജസ്റ്റ് അതിന് മുന്നേ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് കാണാം. അതുമാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പല പ്രോബ്ലംസ് ഉള്ള മനുഷ്യന്മാർ, ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ എനിക്കറിയാം പല പ്രോബ്ലംസ് ഉള്ള മനുഷ്യന്മാരുണ്ട്. പ്രോബ്ലംസ് നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഇന്നുകളെ, നമ്മളിപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ നാളെ നമ്മൾ ഉണ്ടാവില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഈ നിമിഷങ്ങളെ, ഈ നിമിഷത്തെ ചിന്തകളെ, ഈ നിമിഷത്തെ സന്തോഷങ്ങളെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റണം. ഈ നിമിഷം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം. നമുക്ക് നല്ല നല്ല നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യന്മാർക്കും ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അതെന്താ ഇൻഡു ഓപ്ഷൻ? ഓക്കെ. ബിജേഷ് ബ്രോ നോ എന്നാണ്. എന്തായിരുന്നു മനസ്സിലായില്ലേ ബ്രോ?
ഓക്കെ. അപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ സാധിക്കണം. ഈ നിമിഷം നമുക്ക് എത്രത്തോളം കാരണം കഴിഞ്ഞ കാലം ലൈഫിന്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ട് വന്ന കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ വളരെ നൈമിഷികമായ ലോകത്ത് വളരെ ഹമ്പിളായിട്ടിരിക്കുക. കാരണം ഇന്നുള്ള മനുഷ്യന്മാര് നാളെ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിലുള്ളൊരു കാലഘട്ടമാണ്, അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇപ്പോ ഇപ്പൊ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, ഭയങ്കരമായ കടമുള്ള ആളുകളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഭയങ്കരമായ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയ മനുഷ്യന്മാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ, കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു. ഓക്കെ. ഇപ്പോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ചിന്തകളാലും പ്രവൃത്തികളാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ ജീവിതം നൈമിഷികമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഹമ്പിൾ ആയിട്ടിരിക്കുക. ഓരോ നിമിഷവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ലൈഫ് ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഇവിടെ നിന്ന് കേട്ട ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് വരുന്നെങ്കിൽ നല്ലത് വരട്ടെ. ആർക്കെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ പെയ്ഡ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വരിക, നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. വളരെ നിസ്സാരപ്പെട്ട ഒരു തുകയാണ്. പഠിക്കുക. പഠനം, ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് അവന് പഠിക്കുക എന്നുള്ളതാണ്. അത് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാഭ്യാസമല്ല. അവൻ എങ്ങനെ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കുക, ആദ്യം പഠിക്കേണ്ട കാര്യമാണ്. സന്തോഷം എങ്ങനെ കൈവരിക്കുക, ഇതേ കണക്ക് ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടാമെന്ന് പഠിക്കണം. എങ്ങനെ മറ്റൊരു മനുഷ്യന്റെ അടുത്ത്, ഫിൻലൻഡ് പോലുള്ള കൺട്രികളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. അതായത് അവിടെ മറ്റു കുട്ടികളുമായിട്ട് നന്നായിട്ട് പെരുമാറുന്ന ആളുകളെയാണ് എപ്പോഴും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആളുകൾ, സോറി, ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് LKG നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടെ പഠനമല്ല അവിടെ ഒരു മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ കുട്ടികളുടെ അടുത്ത് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരിലേക്ക് ചാർത്തി കൊടുക്കാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ കുറച്ച് പ്രായം കുറവ് ഇവ നിങ്ങൾ പോലും നിങ്ങളുടെ അമ്മയും അച്ഛനും ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഒരു ബന്ധുവുണ്ട്. ഒരു സാധനം വേണം, എനിക്കത് ഇല്ല, ബാക്കി കുട്ടികൾക്കുണ്ട്. ഇപ്പൊ 5 മിനിറ്റ്സ്. ഓക്കെ. ബാക്കി കുട്ടികൾക്കുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല, അങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ അടുത്തും പറയാൻ. അവരും അത് പുതിയതായിരുന്നു, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആളുകൾ ലോകത്തിലെ ഉം, ഏറ്റവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പം അവർക്കും ഒന്നാലോചിക്കുക, അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവരൊരു പാരന്റ് ആവുന്നത്. നിങ്ങളുടെ ലൈഫിലും, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ലൈഫിൽ നിങ്ങൾ പാരന്റ് ആവുന്നത്. മനസ്സിലായ? അപ്പൊ അപ്പൊ അതിന് അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ജനിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം നിങ്ങളുടെ അനിയന് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താ? നിങ്ങൾ 5 മിനിറ്റ്സ്. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ പാരൻസിന് നിങ്ങൾക്ക് ഫസ്റ്റ് കുട്ടിക്ക് തരാൻ പറ്റാതിരുന്ന അവരുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് തരാൻ പറ്റുന്ന കെയറാണ് ഒരു സെക്കൻഡ് കുട്ടിക്ക് മാതാപിതാക്കൾ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലാവരെയും അവരായി തന്നെ അക്സെപ്റ്റ് ചെയ്യാനും, ചുറ്റുമുള്ള എല്ലാ മനുഷ്യന്മാരെയും. കാരണം ഒരു മനുഷ്യ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചുറ്റും മനുഷ്യന്മാരൊന്നും ഇല്ലാതെ ജീവിക്കുമ്പോൾ എനിക്ക് തന്നെ, നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലെന്നെങ്കിൽ ഞാൻ ആകാശത്ത് നിന്ന് ക്ലാസ് എടുക്കുമോ? പറ്റില്ല. ആളുകൾ വേണം. ആളുകളുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അല്ലേ? എൻ്റെ പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൂടെ കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മാത്രമേ നിങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ചുറ്റും മനുഷ്യന്മാരെ ആവശ്യമാണ്. കൂടെയുള്ള ഓരോ മനുഷ്യനെയും, ഏത് പ്രായമന്യേയും മനുഷ്യന്മാരെ സ്നേഹിക്കുക. രണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ നടത്തുക, ഹാപ്പി ആവുക. അപ്പം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ലൈഫ് മുന്നോട്ട് പോകുക. താങ്ക് യു.